ഹായ്, ഇക്ബാലാണ്. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു യാത്രയായിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഏകദേശം പാലക്കാട് ആലത്തൂർ നെന്മാറ റൂട്ടിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവിടെ ഉള്ളത് എന്ന്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മളെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ക്രെഡിറ്റാണ്. എന്നെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കാണ് എൻ്റെ ഏറ്റവും വലിയ നന്ദി രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ ഇനിയും മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റൊക്കെ നിങ്ങൾക്കുള്ളതാണ്. നമ്മളെ പാലക്കാട് ഗ്രാമപ്രദേശമാണിത്. നല്ല മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത്. നമ്മൾ നെന്മാറ ഭാഗമാണിത്. നല്ലൊരു വ്യൂ ആണ്. പിന്നെ നമ്മളെ കൂടെ നമ്മളെ ചങ്കായ ലത്തീഫ് ഉണ്ട്. ലത്തീഫ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് യാത്രയ്ക്ക്. ഏകദേശം ഒരു 6:30 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 8:30 മണിയായി. നമ്മളിപ്പോൾ നെന്മാറ ഭാഗത്താണുള്ളത്. അപ്പം നമ്മൾ കൂടുതൽ കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ലത്തീഫ എന്തേ പറയണ്ട? എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു പാലക്കാടൻ ഗ്രാമം? എങ്ങനെയുണ്ട്? നല്ല മനോഹരല്ലേ? ഉഷാറാണ്. ഞാൻ ഇതുപോലെ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊരു യാത്ര പെട്ടെന്നൊരു യാത്രയായിരുന്നു. അതെ, അല്ല ഈ പാലക്കാടൻ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പാണ് ഇതിൻ്റെ മെയിൻ. നമുക്ക് പാലക്കാടിൻ്റെ ഏത് ഭാഗം നോക്കിയാലും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഫുള്ള് നെൽപ്പാടങ്ങൾ. നമ്മളെ കർഷകരാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്, പാലക്കാടൻ ഭാഗത്തുള്ളത്. അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതി എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ പോകുന്ന ഭാഗത്തുള്ള കാഴ്ചകളത് വേറെ കാണാം. അപ്പോൾ ഓക്കെ, ഹായ്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര നെന്മാറ ടൗണിലാണ് എത്തിയത്. ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഹോട്ടൽ. ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. അതിൻ്റെ ഒരു കാഴ്ച നമ്മളെ ലത്തീഫാക്കണം. നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഏകദേശം സമയം 9:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. പൊറോട്ടയും മുട്ടക്കറിയാണ് പറഞ്ഞിട്ടുള്ളത്. ലത്തീഫ് പൊറോട്ടയും കുറുമി വെജ് കുറുമാണ്. അപ്പോൾ ഞങ്ങളിനി ഇതൊന്ന് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നെല്ലിയാമ്പതി എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് ഹോട്ടൽ ഹരികൃഷ്ണ, നെന്മാറ ടൗണിൽ തന്നെയാണ് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. ഇവിടുന്ന് ഇനി ഒരു 8 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ നെന്മാറ അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ളൊരു ഒരു അങ്ങാടിയാണ്. ഇത് നമ്മളെ നെല്ലിയാമ്പതിയുടെ ഒരു ഗേറ്റ് ആണ് എന്നൊക്കെ പറയാം. ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകാനുള്ളത്. ഇനി ഈ ഒരു ടൗൺ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടൗൺ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ബാക്കി കാഴ്ച നമുക്ക് അവിടെ തിരികെ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതി റൂട്ടിലേക്ക് കയറി. ഇതാണ് നമ്മളെ നെല്ലിയാമ്പതി റൂട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണ്. നല്ല റോഡാണ്.
അത്യാവശ്യം വാഹനത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്ട്രൈറ്റ് പോവാണ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ച അങ്ങനെ കാണാം, പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇവിടുന്ന് നമ്മൾ പോത്തുണ്ടി ഡാമിലേക്ക് പിന്നെ 8 കിലോമീറ്റർ ഉള്ളത്. ഏകദേശം നമ്മൾ പോത്തുണ്ടി ഡാം എത്താറായിട്ടുണ്ട്. ഒരുപാട് യാത്രക്കാരുണ്ട്. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. മറ്റുള്ള യാത്രക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മുന്നിൽ പോകുന്ന യാത്രക്കാരാണ് നെല്ലിയാമ്പതി മറ്റേ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രക്കാരാണ് മുന്നിൽ പോകുന്നതൊക്കെ. ഞാൻ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ സൈഡാക്കിയതാണ്. നമ്മുടെ ഈ ഒരു നെല്ലിയാമ്പതി മലനിരകളാണ് ഈ കാണേണ്ടത്. അതിൻ്റെ ഒരു പച്ചപ്പും അതിൻ്റെ താഴ്വാരത്തുള്ള ഈ നെൽപ്പാടവും ഒരു പ്രത്യേക ഭംഗിയല്ലേ. പാലക്കാടൻ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നെൽപ്പാടത്തിൻ്റെ നടുക്കുള്ള പിന്നെ ഈ പനകൾ, പന, തെങ്ങ്, നല്ലൊരു കാഴ്ച അല്ലേ. ഇതൊക്കെ വന്ന് കാണട്ടോ ഓരോരുത്തരും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് അറിയില്ല. നമുക്കിനി ഇങ്ങനെ സ്ട്രൈറ്റാണ് പോകാനുള്ളത്. എന്തായാലും പോയി നോക്കാം, ബാക്കി കാഴ്ച അവിടുന്ന് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇതിവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്തൂപുണ്ട്, പഴയൊരു സ്തൂപമാണ്. അതാണ് പോത്തുണ്ടി ഡാമിൻ്റെ പ്രവേശന കവാടം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചയൊക്കെ പോത്തുണ്ടി ഡാമിൻ്റെ ഉള്ളിലെത്തിയിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം നെന്മാറയിൽ നിന്ന് പിന്നെ 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്, ഈ പോത്തുണ്ടി ഡാമിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് യാത്രക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി കാഴ്ച നമുക്ക് അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് കാണാം. ഓക്കെ, ടിക്കറ്റ് നിരക്ക് പിന്നെ 10 രൂപയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത് അഡൾട്ടിന്. അപ്പോൾ ഇവിടെ മുന്നിൽ നമുക്ക് നല്ലൊരു സ്തൂപം കാണുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ്. അപ്പോൾ പോത്തുണ്ടി ഡാമിൽ വന്നാൽ നമ്മൾ ഫസ്റ്റ് വരവേൽക്കുന്നത് ഈ ഒരു സ്തൂപമാണ്. ഇവിടെ ഈ മനോഹരമായി വെച്ചിട്ടുള്ള ഗാർഡനൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മുടെ ഡാം സൈറ്റാണ് അവിടെ കാണേണ്ടത്. ആളുകളൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. നല്ല ഗാർഡനൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ച. നല്ല ഗാർഡനൊക്കെ ഇവിടെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള സ്കോപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് പിന്നെ ആളുകൾ ഇവിടെ ഉണ്ട് ഈ പാർക്കിനുള്ളിൽ. നമുക്കിതിൻ്റെ മുകളിൽ ഈ ഭാഗത്താണ് ഡാം വരുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് പോയി നോക്കാം, ഡാമും കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ നമുക്ക് ഏകദേശം നമ്മളെ നാട്ടിൽ നിന്ന് മോർണിംഗ് 6:30 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 10:30 മണിയായി. ഞങ്ങളിങ്ങനെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിങ്ങനെ വന്നതാണ്. നല്ല റിലാക്സ് ആയിട്ടുള്ള നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചയൊക്കെ അത്രയ്ക്ക് മനോഹരമാണ്. നമുക്ക് ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്റർ പോയാലാണ് നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റൊക്കെ ഉള്ളത്. കേശവമ്പാറ, സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്, ഗവൺമെൻറ് ഓറഞ്ച് ഫാം, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അവിടെ എത്തിയിട്ടൊക്കെ കാണാം. ഇവിടെയൊക്കെ നല്ല കാറ്റാടി മരങ്ങൾ ഇങ്ങനെ കാറ്റിനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലിയാമ്പതി മലനിരകളാണ് ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളത്. മരങ്ങളൊക്കെ നല്ല വെട്ടി പാകപ്പെടുത്തി വച്ചിരിക്കുന്നു. നല്ല കാഴ്ച അല്ല. കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയായിട്ടൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാനുള്ള നല്ല വകുപ്പുണ്ട് ഈ പോത്തുണ്ടി ഡാമിനുള്ളിൽ.
ഡാമിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഇറിഗേഷൻ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു ഡാമാണ്. നമ്മൾ ഈ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, അതുപോലെ പിന്നെ അങ്ങനെ 2-3 പ്രദേശത്തേക്ക് ആലത്തൂർ, ചിറ്റൂർ, നെന്മാറ തുടങ്ങിയ ഭാഗത്തേക്കുള്ള കൃഷി ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഇതിൽ നിന്ന് വെള്ളമെടുത്തിട്ടാണ് വിഭാഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത്. പിന്നെ അതിന് പുറമെ നമ്മൾ പിന്നെ വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലേക്കൊക്കെ ഇതിൽ ജലം കൊണ്ടുപോകുന്നു. ഒരു ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി നിർമ്മിച്ച ഒരു ഡാമാണ് ഈ ഒരു പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത്. പോത്തുണ്ടി ഡാമിൻ്റെ പാർക്കാണ് താഴെ കാണുന്നത്. നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറുന്ന തിരക്കിലാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഭയങ്കര ക്രൗഡാണ്. പോയോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ച. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. നമ്മൾ പിന്നെ നെല്ലിയാമ്പതി മലനിരകളാണ് ഈ ഒരു ഡാമിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്നുണ്ട്. അത്രക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. 2 ഭാഗം താഴെ അവിടെ നമുക്ക് നല്ലൊരു നെൽപ്പാടൊക്കെ കാണുന്നുണ്ട്. പാലക്കാടിൻ്റെ പിന്നെ കാർഷിക താല്പര്യമാണ് ഇവിടെ വിളിച്ചോതുണ്ട്. നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ കാണാം. അത്രക്ക് വ്യൂ ആണ്. നല്ലൊരു കാഴ്ചയല്ലേ, നല്ല ഓളം വെട്ടിയിട്ട് ഇങ്ങനെ വെള്ളം പിന്നെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് ഡാമിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ അളവ് അറിയുന്ന അതിൻ്റെ സ്കെയിലാണത് ആ കാണുന്നത്. അത്രക്ക് മനോഹരമാണ്. അപ്പോൾ ഈ പോത്തുണ്ടി ഡാം പണി കഴിപ്പിച്ചത് 1953 കേരള ഗവർണറായിരുന്ന രാധാകൃഷ്ണ റാവുവാണ്. അദ്ദേഹമാണ് ഇത് തറക്കല്ലിട്ട് ഇതിൻ്റെ ഒരു നിർമ്മാണം തുടങ്ങിയത്. ഇതിന് 1672 മീറ്ററോ നീളമുണ്ട്. ഇതിൻ്റെ മുകൾ നിരപ്പത്രത്തോളം നീളമുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലത്തെ വീതി എന്ന് പറഞ്ഞാൽ 8 മീറ്റർ വീതിയും താഴോട്ട് ഇങ്ങനെ 154 മീറ്റർ വീതിയാണുള്ളത്. ഇത് നമ്മൾ ഭാരതപ്പുഴയുടെ കൈവഴികളായ പിന്നെ അയിലൂർ പുഴകളുടെ ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണ് അയിലൂർ പുഴ. അതിൻ്റെ കൈവഴിയായ മീൻചാടി, ചാടി എന്നീ പുഴകളിലാണ് ഈ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രക്കും മനോഹരമായിട്ടുള്ള ഒരു ഡാം സൈറ്റാണ് ഈ പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പോത്തുണ്ടി ഡാമിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞത് ഇറിഗേഷൻ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, ആലത്തൂർ, അതുപോലെ നെന്മാറ തുടങ്ങിയ ഭാഗങ്ങളിൽ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡാം സൈറ്റാണ് ഈ പോത്തുണ്ടി ഡാം സൈറ്റ് എന്ന് പറയുന്നത്. അതിന് പുറമെ തൃശ്ശൂർ ജില്ലയിലെ പിന്നെ വടക്കാഞ്ചേരി ഭാഗങ്ങളിലേക്ക് നിന്ന് ജലം കൊണ്ടുപോയി കൃഷി ചെയ്യുന്നത്. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു പോത്തുണ്ടി ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ
ലത്തീഫാണ്. ലത്തീഫൊക്കെ കാഴ്ച കണ്ട് മറന്നു നിൽക്കുകയാണ്. ഇതിന് മുകളിൽ ഒരുപാട് പിന്നെ ആളുകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നല്ല കാറ്റാണ്. നമുക്കിങ്ങനെ ഈ ഒരു പിന്നെ ഡാമിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ നല്ലൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. പാലക്കാടിൻ്റെ പിന്നെ നല്ല ഭംഗിയൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. നല്ല കിതപ്പാണ് കേട്ടോ. അങ്ങനെ കുറേ നടന്നിട്ട് സംസാരിക്കാൻ കിതക്കുണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ഇതിന് മുകൾക്ക് എത്തിയിട്ടുള്ളത്. ആ മലൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ വെള്ളി അറിഞ്ഞാണം പോലെ നിൽക്കുന്ന ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഇവിടുന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. ആണ്ട് അടുത്തേക്ക് പോകുമ്പോൾ നല്ല വലിയ വലിയ വാട്ടർഫോളുകളാണ്. നമുക്ക് ബാക്കി കാഴ്ചയൊക്കെ പിന്നെ ഇനി നെല്ലിയാമ്പതി മുകളിലെത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നല്ല നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ട് നെന്മാറയുടെ ഗ്രാമീണ സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിച്ചു. നല്ല നല്ല പച്ചപ്പുള്ള നെൽവയലുകളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇനി ബാക്കി കാഴ്ച നമുക്ക് നെല്ലിയാമ്പതി എത്തിയിട്ട് കാണാം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയാലും അത് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അല്ല നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്, എനിക്കല്ല. നിങ്ങളാണ് എൻ്റെ സപ്പോർട്ടേഴ്സ്. അപ്പോൾ എല്ലാവർക്കും നല്ല നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി നല്ല കിടിലൻ വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. ഒരു ബൈ പറഞ്ഞാൽ ഓക്കെ ബൈ. അപ്പോൾ ഇത് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്.